പറയുന്ന എന്റെ ചുറ്റും താമസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളിൽ കണ്ട മറ്റൊരു വലിയൊരു ഗുണം ഞാൻ കണ്ടത്, വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ എന്റെ പള്ളിയിലുള്ള വിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഈ പാലക്കാട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രൂപത എന്നാണ് പറയുക, ഇങ്ങനെ ഓരോ ജില്ലയെ തിരിച്ച് രൂപത എന്ന് പറയും. അപ്പൊ ഞാൻ പാലക്കാട് രൂപതയുടെ ബോർഡറിലാണ്. പാലക്കാട്, അപ്പുറത്ത് താമരശ്ശേരി, തലശ്ശേരി, ഈ പ്രദേശങ്ങളിലുള്ള ഒരുപാട് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധ മന്ദിരങ്ങളിലും ഒക്കെ ഞാൻ സന്ദർശനം നടത്താറുണ്ട്. ഇന്നുവരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധ മന്ദിരത്തിലോ ഒരു ഇസ്ലാം മത വിശ്വാസി ഞാൻ കണ്ടിട്ടില്ല. പ്രായം ചെന്ന മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുകയോ നട തള്ളുകയോ വല്ല വൃദ്ധമന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുചെന്ന് അല്പം പൈസ ഏൽപ്പിച്ച് തള്ളുകയോ ചെയ്യുന്നത് അതിൽ ക്രൈസ്തവരും ഹൈന്ദവരുമാണ് കൂടുതൽ. ഒരൊറ്റ ഇസ്ലാം മത വിശ്വാസിയെ, പ്രായം ചെന്ന ഒരു ഉമ്മയെ ബാപ്പയെ ഞാൻ ഇന്നുവരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധമന്ദിരത്തിലോ കണ്ടിട്ടില്ല. അത് വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടെ കാണുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് തീർച്ചയായും അദ്ദേഹം നമുക്ക് തരുന്നൊരു ഗിഫ്റ്റാണ്. പക്ഷെ കൂടുതൽ ആത്മവിമർശനങ്ങളും ചിന്തകളും ചോദ്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് മുസ്ലിം സമൂഹം ഇത്തരം ഒരു രീതിയിൽ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ശരിയായൊരു കാരണമുണ്ട്. ആ കാരണം അത്രയും ശക്തമാണ് മാതാപിതാക്കളുടെ കാര്യത്തിലെ ഇസ്ലാമിക പാഠങ്ങൾ. ഒരു ഉമ്മ ഗർഭിണിയാകുന്ന ആ ഗർഭാവസ്ഥയെക്കുറിച്ച് തൊട്ട് ഖുർആൻ സംസാരിച്ചു തുടങ്ങുകയാണ്. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് അവർ വഹ്നൻ അലാ വഹിൻ, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ആ ഗർഭം ധരിക്കുന്നത്. മരണത്തിൻ്റെ പാതിവേദനയുള്ള പ്രസവത്തിൻ്റെ നൊമ്പരങ്ങളിലൂടെ, പ്രസവത്തിൻ്റെ വിഷമങ്ങളിലൂടെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ ഉമ്മയോട് ഉള്ള പെരുമാറ്റ മര്യാദയാണ് ഖുർആൻ ആദ്യം പഠിപ്പിക്കുന്നത്. വലാ തഖുല്ലഹുമ ഉഫിൻ, നീ അവരോട് ചെ എന്ന് പോലും പറയരുത്. അപ്പോൾ ചെ എന്ന് പോലും പറയരുതേ എന്നുള്ള ആ ഒരു പോയിന്റ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി മാത്രമല്ല, അതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് പടച്ച റബ്ബ് പടച്ചവനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം തൊട്ട് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, അവിടുത്തെ വാവ് എന്ന് പറഞ്ഞാൽ അത്ഫിൻ്റെ വാവാണ്. മറ്റേ വിഷയത്തിൻ്റെ അതേ ഗൗരവത്തോടു കൂടെ അടുത്ത വിഷയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത്. ഇനി മാത്രമല്ല, അവർ പ്രായമാകുമ്പോൾ അവരെ പ്രത്യേകം പരിഗണിക്കണം എന്ന് ഇസ്ലാം ഒന്നുകൂടി ഗൗരവത്തിൽ പഠിപ്പിച്ചു. അവിടെയും തീരുന്നില്ല. പ്രവാചകന്റെ അടുത്ത് ഒരു ജിഹാദിൻ്റെ, ഒരു യുദ്ധത്തിൻ്റെ, ഒരു ഖിതാലിൻ്റെ അവസ്ഥയിൽ പോകാനൊരുങ്ങുന്ന ഒരാളെ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിനക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയല്ലേ നീ വരുന്നത്? അതെ. നിന്റെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കളില്ലേ? ഉണ്ട്. എങ്കിൽ ഫഫീഹിമ ഫജാഹിദ, അവരുടെ കാര്യത്തിലാണ് നീ ജിഹാദ് നടത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഹാദിനൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്കും കൂടി ഉള്ളതാണത്. അവിടെ പോയിട്ട് നേരെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ട് പിന്നെ തോക്കെടുത്തിട്ട് ഉമ്മാൻ്റെ നെറ്റിക്ക് പൊട്ടിക്കണം എന്നല്ലല്ലോ എൻ്റെ അർത്ഥം. അവരെ വേണ്ട വിധം സംരക്ഷിക്കണം, അവരെ വേണ്ട വിധം പരിപാലിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി മിമ്പർമ കയറുമ്പോൾ ആമീൻ പറഞ്ഞല്ലോ 3 പ്രാവശ്യം. അതിൽ ഒന്ന് പറഞ്ഞത് എന്താ? വൃദ്ധരായ മാതാപിതാക്കളെ ലഭിച്ചിട്ട് അതുവഴി സ്വർഗം നേടാത്തവൻ അവൻ നശിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് സ്വർഗത്തിന്റെ വഴിയാണ്. മിമ്പറിൽ പ്രവാചകൻ കയറുന്നു, ജിബ്രീൽ പ്രാർത്ഥിക്കുന്ന ജിബ്രീലാണ്, ആമീൻ പറയുന്നത് പ്രവാചകനാണ്. അത്ര. അപ്പൊ നമ്മളിത് ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പം ചരിത്രത്തിലെ ചില നല്ല വൈകാരിക നിമിഷങ്ങളുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിൽ, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണുകയാണ് ഒരു മനുഷ്യനെ. അദ്ദേഹം തൻ്റെ ഉമ്മാനെ തോളിലേറ്റിയിട്ട് ഇങ്ങനെ കഅബാലത്തെ ഇടം വെക്കുകയാണ്, തവാഫിയാണ്. വലം വെക്കലല്ല, ഇടം വെക്കലാണ്. അപ്പം അതിങ്ങനെ കണ്ട അദ്ദേഹം അങ്ങനെ കൗതുകത്തോടെ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ഉമ്മാനെ താഴെ വെച്ചിട്ട്, വലിയൊരു സ്വഹാബിയാണല്ലോ, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്, നേരെ അദ്ദേഹത്തെ വന്ന് കണ്ട് മുസാഫഹത്ത് ചെയ്ത് ചോദിച്ചു, ഞാൻ 1000 കിലോമീറ്റർ എൻ്റെ ഉമ്മയെ തോളിലേറ്റി യാത്ര ചെയ്ത് നടന്നാണ് ഇവിടെ എത്തിയത്. എൻ്റെ അമ്മേൻ്റെ കൊതിയായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് മരിക്കണതിൻ്റെ മുമ്പ്. വയോധികയായി പറ്റ തളർന്ന അവശയായ ഒരു ഉമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഒരു മകൻ ഒരു ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യതയൊക്കെ ഇപ്പം ഞാൻ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അത്രയും വലിയ റിസ്ക് ആണല്ലോ എടുത്തത്. നമുക്ക് നമ്മളെ അമ്മാനെ ബെഡിൽ നിന്നൊന്ന് എണീപ്പിച്ചിരുത്താൻ എത്ര പണിയുണ്ട്, അവരൊന്ന് കൈ പിടിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഈ മോൻ ചെയ്തത് ആ ഉമ്മാനെ തോളിലേറ്റി ദീർഘമായ കിലോമീറ്ററുകൾ നടന്ന്, ഒരുപാട് ദൂരം നടന്നു തന്നെയാണ് വന്നത്. അപ്പം ഞാൻ ഡ്യൂട്ടി ചെയ്തോന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം,
നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചപ്പോൾ നിങ്ങൾ പുറത്തു വരാൻ ഉമ്മ എടുത്ത പെയിൻ ഉണ്ട്. നിങ്ങളങ്ങോട്ട് പുറത്തേക്ക് വിടാൻ ഉമ്മ പ്രഷർ കൊടുത്തപ്പെടുത്ത പെയിൻ ഉണ്ട്. അങ്ങനെ തന്നെയാണ് ആ വാക്ക്, ഞാൻ എൻ്റെതായി പറയണമല്ല. അതിൽ ഒരു വേദനയുടെ സ്ഥാനത്ത് പോലും നിങ്ങളീ ചെയ്ത കാര്യം എത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ കുറ്റബോധത്തോടെ ആത്മവിമർശനത്തോടെയാണ് കാര്യങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ എങ്ങനെയൊക്കെ ഫില്ല് ചെയ്താലും ഇപ്പോൾ ഓരോരുത്തരും വാപ്പയും ഉമ്മയല്ല ആകേണ്ടത്. ഇത് കേൾക്കുന്നവരൊക്കെ മക്കളാണ് ആകേണ്ടത്. ചില ആളുകളുടെ മാതാപിതാക്കൾ ഖബറിലായിരിക്കും, ചില ആളുകളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടാകും. ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത ഉണ്ട്. പിന്നെ ഇത് കേൾക്കുന്ന പ്രായമായവരോട് നമ്മൾ പറയുന്നത്, ദീനീബോധമുള്ള മക്കൾ പൊതുവെ എല്ലാവരും റെഡി ആയിരിക്കും. ചിലപ്പോൾ നമ്മളുടെ അവസ്ഥകളൊന്നും അവർക്ക് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. അവരെ നമ്മൾ സഹായിക്കണം. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ട്, ഇത് പഴയ പോലെ അല്ല, ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കിങ്ങനൊരു ആവശ്യമുണ്ട്. പല പാരൻസും എന്താ ചോദിച്ചാൽ മക്കളെ ഇടങ്ങാറാക്കണ്ട എന്ന് വിചാരിക്കുകയാണ് ചെയ്യുക. മക്കളെ ഇടങ്ങാറാക്കണ്ട, അത് അവർ അങ്ങനെ ആയിപ്പോയിക്കോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ, ഞാനിങ്ങനെ ചെയ്തോളാം, അതിൻ്റെ ഒരു ആവശ്യമല്ല. മക്കൾ ഇഷ്ടപ്പെടണില്ല അത്. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ കൂടെ നിൽക്കുക. അതിനെന്തും ഒഴിവാക്കാൻ ഏത് മക്കളും റെഡിയാണ്. പ്രത്യേകിച്ച് ദീനീ ബോധമുള്ള മക്കൾ റെഡിയാണ്. തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗ്ഗമാണ്. അതെ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണെന്ന് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ അല്ലേ? ഭൂമിയിൽ നമുക്ക് ഏറ്റവും കടപ്പാട് ആരോടാന്ന് നബിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൻ്റെ ഉമ്മനോടാണെന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഉമ്മനോടാണ് ഏറ്റവും ബാധ്യത, അതേപോലെ ഉപ്പനോടും. അപ്പോൾ തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ കടമകൾ നിർവഹിക്കണമെന്ന വലിയ പാഠം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.